വെൽക്കം ടു ട്രാവൽ വൈബ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് നാട്ടിലൊക്കെ എത്തി, അൽഹംദുലില്ലാ ഒക്കെ സുഖമായിട്ട് എത്തി. കുറച്ച് ലേറ്റ് ആയി പോയ വീഡിയോസ് എല്ലാം ചെയ്യാൻ കാരണം എനിക്ക് എന്റെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞൊന്ന് ഫ്രീ ആയിപ്പോ ഇന്ന് ഞങ്ങള് ചെറുവാടി അഡ്വഞ്ചർ ക്ലബിന്റെ ടീമിന്റെ കൂടെ കക്കാടംപൊയിലേക്ക് ഒരു ഓഫ് റോഡ് ഡ്രൈവിന് വേണ്ടി ഇറങ്ങാണ്. താറിന്റെ ഫസ്റ്റ് ഓഫ് റോഡ് ഡ്രൈവാണ്. അഡ്വഞ്ചർ ക്ലബിന്റെ ക്യാപ്റ്റന്മാരിൽ ഒരാളായ നിയാസിന്റെ കൂടെ, അതേപോലെ മറ്റൊരു വണ്ടിയുണ്ട് നമ്മളെ കൂടെ അഡ്വഞ്ചർ ക്ലബിൽ തന്നെ പെട്ട് ജസ്റ്റ് ഒരു ആഴ്ച മുന്നേ ഇറങ്ങിയിട്ടുള്ളൂ, ഒരു 1 വീക്ക് ആയിട്ടുള്ള വണ്ടി ഇറങ്ങിയിട്ട്. റെഡ് താറാണ്. അപ്പോൾ നമുക്ക് പോയി നോക്കാം എന്താണ് എങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ. അതേപോലെ തന്നെ റൂട്ടിലുള്ള നല്ല അടിപൊളി സൈറ്റാണെന്ന് അവർ പറഞ്ഞത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത്. അപ്പോൾ യാത്രയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പുതിയ താറിന്റെ ഇപ്പോഴത്തെ ബുക്കിങ്ങിന്റെ സ്റ്റാറ്റസ് എങ്ങനെയാന്ന് വെച്ചാല്, ഞാനിപ്പം ഇനിയാന്ന് കാലിക്കറ്റ് ഇറാമിന്റെ GMO ആയിട്ട് സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം December 1 മുതൽ ബുക്ക് ചെയ്ത വണ്ടികൾക്ക്, ഇവിടുന്ന് അങ്ങോട്ട് ബുക്ക് ചെയ്യുന്ന വണ്ടികൾക്കും പ്രൈസ് ഡെലിവറി ചെയ്യുമ്പോൾ എന്താണോ പ്രൈസ് അതായിരിക്കും റേറ്റ്. കാരണം ഇപ്പോൾ അവരൊരു കൺഫേം റേറ്റ് പറയുന്നില്ല. ഇപ്പോൾ ബുക്കിംഗ് എടുക്കുന്നത് ഇപ്പോൾ ഉള്ള സെയിം ഇറങ്ങിയ വില വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ അത് ഡെലിവറി എടുക്കാൻ ഓൾമോസ്റ്റ് 9 months ആണ് അവർ സമയം പറയുന്നത്. മിനിമം 9 മാസത്തോളം എടുക്കും ഡെലിവറി കിട്ടാൻ. അപ്പോൾ അതിന് ആ സമയത്ത് എന്താണോ വണ്ടി അവർ മഹീന്ദ്ര വില ഇടുന്നത് ആ വില അനുസരിച്ചിട്ടായിരിക്കും ഡെലിവറി കിട്ടുക. അതേപോലെ തന്നെ ബുക്കിംഗ് ഇപ്പം 9 months മേലെ പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്ലാക്ക് കളറിലാണ് നല്ല ഡിമാൻഡാണെന്നാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ളത് ബ്ലാക്കും റെഡും ആണ്. അപ്പോൾ നമ്മൾ ഏകദേശം കക്കാടംപൊയിൽ എത്തി. ഇപ്പം കക്കാടംപൊയിൽ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൗണെന്നൊന്നും പറയാനില്ല, ചെറിയൊരു അങ്ങാടി മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഇവിടുന്ന് കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ മുകളിലേക്കാണ് ഇവർ പോകുന്നത്. നമ്മൾ പോകുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഓഫ് റോഡ് സ്റ്റാർട്ടാവും. ഇവിടെ തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റാണ്. ഒരുപാട് എയർപിൻ വളവുകളും കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ എയർപിൻ ബെൻഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ചെവി ചെറുതായിട്ട് അടഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം ഒരു 20 kilometer ഡിസ്റ്റൻസ് ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന റൂട്ടാണിത്. ഈ ഒരു കക്കാടംപൊയിൽ, അതേപോലെ തന്നെ തുഷാരഗിരി, ആനക്കാംപൊയിലെല്ലാം ഞങ്ങൾ അടുത്തുള്ള ഹിൽ സ്റ്റേഷൻസ് ആണ്. ഞാൻ ഇപ്പോൾ ഒരുപാട് വണ്ടികളായിട്ട് ഇവിടെ വരുന്നതാണ്. ഇവിടെ നിന്നില്ല, ഒരുപാട് ഓഫ് റോഡും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. ജിപ്സിയും വില്ലീസ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി ആദ്യമായിട്ടില്ല. എന്താണ്, എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ് ഒന്ന് പറഞ്ഞേ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്. ഇതിന്റെ പെർഫോമൻസ് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സഡൻ പിക്കപ്പാണ്. പിന്നെ ഇതിന്റെ ഹൈ പവറും. നമ്മൾ നോർമൽ ജീപ്പ് ഉപയോഗിക്കുന്നതിലും എത്രയോ സിമ്പിളായിട്ടാണ് നമുക്ക് ഇതിന്റെ പിക്കപ്പ് അനുഭവപ്പെടുന്നത്. തന്നെയാണ് എനിക്കിപ്പോൾ റോഡിൽ ഇതിന്റെ ഒരു അനുഭവം പറയാനുള്ളത്. ഞങ്ങൾ ഓഫ് റോഡിലേക്ക് പോവാണ്. അവിടുത്തെ അനുഭവങ്ങൾ നമുക്ക് അവിടെ എത്തിയിട്ട് പങ്കുവെക്കാം. നോക്കാം അല്ലേ. ഇപ്പോൾ ഇതുവരെ ഞങ്ങൾ കയറി വന്നത്, ഞങ്ങൾ സാധാരണ ജീപ്പൊക്കെ എടുത്തിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ യൂസ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ് കൂടുതലും. പക്ഷെ ഇത് ഒരുവിധം സ്ഥലത്തു നിന്നൊക്കെ സെക്കൻഡിൽ തന്നെ കയറി പോരുന്നുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡിൽ സ്ലോ ചെയ്താലും വല്ലാണ്ട് കുത്തലൊന്നും വരുന്നില്ല. സാധാരണ കയറ്റം വലിയ മുട്ടിയിട്ട് ഒരു കുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നല്ല പവർ ഉണ്ട്. കാരണം സാധാ ഇതിന് മുന്നത്തെ താറ് അല്ലെ മറ്റേ താറും കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് നിയാസ, ഇതേപോലെ തന്നെയാണോ അതോ? അല്ല, നമുക്ക് മറ്റേ താറിനാട്ടിലും
കൂടുതൽ പവർ നമുക്ക് ഇതിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പവർ ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ റോക്ക് മോഡുകളൊന്നും ഓൺ ആക്കിയിട്ടില്ല. സാധാ റോഡ് മോഡില് ഓൺ റോഡ് മോഡിൽ മാത്രമാണ് ഇപ്പൊ വണ്ടി ഓടിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാണ്. പിന്നെ ഇനി ഓഫ് റോഡിലൊക്കെ ഒന്ന് ഇട്ടിട്ട് ഇതിന് റോക്ക് മോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ 4x4 ഒന്ന് യൂസ് ചെയ്ത് നോക്കേണ്ടി വരും. നോക്കാം. അതാണ് നമ്മളെ കൂടെയുള്ള വണ്ടി. ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഫസ്റ്റ് റൈഡിന് ഇറങ്ങിയതാണ് ഈ വണ്ടി. ഡോർ അടഞ്ഞിട്ടില്ല. അപ്പൊ അതാ ഒരു 3 പേരും കൂടെ ഉണ്ട് നമ്മളെ കൂടെ. വൺ ആൻഡ് ഓൺലി അൽത്താഫ്, സക്കരിയ, ഷാക്കിർ. ഓക്കെ, ഇത് വരുന്നത് ഇർഷാദ്. അൽത്താഫ് ഇറക്കിയ വണ്ടിയാണിത്. അൽത്താഫ് ഞങ്ങൾ ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് മുന്നേ. അഡ്വഞ്ചർ ക്ലബ്ബ് ചെറുവാടിയുടെ ലോഗോ. ഇത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ അടിച്ചാൽ കാണാൻ പറ്റും. ഇവർ ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളൊക്കെ നടത്തുന്ന ടീമാണ്. ഇതിപ്പോ കക്കാടംപൊയിൽ ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. ഇവിടെ ഈ റൂട്ടിൽ ഇഷ്ടംപോലെ റിസോർട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ പുതിയ നല്ല ഹൈഫൈ റിസോർട്ടുകളും അതേപോലെ ഒരു ബജറ്റഡ് ആയിട്ടുള്ള റിസോർട്ടുകളൊക്കെ ഉണ്ട്. അത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ രാവിലെയും വൈകിട്ടും നല്ല മഞ്ഞുണ്ടാവും, നല്ല വ്യൂ ആണ്. ഇപ്പം കോഴിക്കോട് മലപ്പുറം ഏരിയ ഉള്ളവർക്കൊക്കെ വയനാട് ചുരം കയറാണ്ട് തന്നെ ഇവിടെ എന്താ പറയുക നല്ലൊരു അടിപൊളി അറ്റ്മോസ്ഫിയറിൽ വന്ന് താമസിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ഇപ്പം ഒരുപാട് റിസോർട്ടുകൾ പുതിയത് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള റിസോർട്ടാണ് പിനാക്കിളിന്. അവിടുത്തെ ഒരു സ്വിമ്മിംഗ് പൂള് ശരിക്ക് ഒരുപാട് വൈറലായതായിരുന്നു. അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ പക്ക മൗണ്ടൻ വ്യൂ ആണ് അവിടെ. ഇവിടെ കാര്യമായിട്ട് കൃഷി ഇതല്ലേ, കൊക്കോയും അതേപോലെ പാഷൻ ഫ്രൂട്ടിന്റെ കുറെ കാണുന്നുണ്ടല്ലേ. ഇതാ കോയിപ്പാറ വെള്ളച്ചാട്ടത്തിലേക്കുള്ള റൂട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ തിരിയുന്നത്. ചെറിയ റോഡുകളാണ്. ഒരു വണ്ടി ഇങ്ങോട്ട് വന്നാല് ശരിക്കും ബ്ലോക്ക് കൊടുക്കും. അപ്പൊ ഇതിന്റെ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൺ റോഡ് ഓഫ് റോഡ് സ്ക്രീനുകളെല്ലാം ഉണ്ട്. ഇൻഫർമേഷൻസ് എല്ലാം തരും. അതേപോലെ ആംഗിൾസ്, ഫ്രണ്ട് ഇറക്കവും കയറ്റവും ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് എത്ര ഡിഗ്രിയിലാണ് വണ്ടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, അതേപോലെ ചെരിഞ്ഞിട്ടാണെങ്കിൽ എത്ര ചെരിവുണ്ട് കാര്യങ്ങളും. ഈ ഓൺ റോഡിൽ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പവറും ടോർക്കും കാര്യങ്ങളെല്ലാം ഇവർ മീറ്റർ കൊടുത്തിട്ടുണ്ട് ഇതിന്. ഇത് കസ്റ്റമൈസ് ചെയ്തും ചെയ്യാൻ പറ്റും. നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഈ സ്ക്രീനിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെയൊക്കെ ഇപ്പൊ ടാർ ചെയ്താണ്, പക്ഷെ ടാർ ചെയ്തിട്ട് കാര്യമല്ല. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് പൊളിഞ്ഞു പോകും റോഡ്. ഇവിടുന്ന് അങ്ങോട്ട് കോൺക്രീറ്റ് റോഡല്ലേ, കുറച്ച് കോൺക്രീറ്റ് ആണ്.
ഇവിടം വരെയാണ് ടാർ റോഡുള്ളൂ. ടാർ റോഡ് കഴിഞ്ഞു. ഇപ്പം നമ്മൾ വണ്ടി ഇതാ 4L ഇപ്പോൾ ഇട്ടത് 4L 4-wheel ഡ്രൈവ് ലോലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. കാരണം പതുക്കെ പോകാൻ വേണ്ടിയിട്ട്. മറ്റെന്താ വെച്ചാൽ നമ്മൾ ഓവർ പവർ എടുക്കേണ്ടി വരും, കല്ല് തെറിക്കാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. ഈ വണ്ടിയായിട്ട് ഓഫ് റോഡ് കയറുമ്പോൾ മെയിൻ ഒരു ഇഷ്യൂ ഇപ്പോൾ ഇതാണ്, സ്ക്രാച്ച് വരുന്നത്. ഈ കൂടുതൽ മരങ്ങളൊക്കെ ഉള്ള റൂട്ടിലൂടെ ഒക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ഇതേപോലെ കല്ല് തെറിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഇപ്പോൾ ഈ വണ്ടിയായിട്ട് ഓഫ് റോഡ് വരുമ്പോൾ മെയിനായിട്ട് ഒരു ആശങ്ക ഉള്ളത്. പറയാനല്ല, നല്ല കാണില്ല. നല്ല പാറയാണ്, ഒന്നും എന്താ പറയാ. പക്ഷെ അത് ബുദ്ധിമുട്ടൊന്നുമില്ല വണ്ടി ഓടിക്കാൻ. ജസ്റ്റ് 4-wheel ഡ്രൈവ് ലോയിലിട്ടിട്ട് സെക്കൻഡിൽ അങ്ങനെ കൊടുത്താൽ മതി, ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്താൽ മതി. ഇല്ല, ചെരിഞ്ഞിട്ടാ. ഇവിടേക്കൊക്കെ വരാൻ 4-wheel വണ്ടി അല്ലാണ്ട് ഒരിക്കലും എത്താൻ പറ്റില്ല. ബൈക്ക് കയറി പോരാൻ പറ്റും, പക്ഷെ ജീപ്പോ കാറോ ഒക്കെ 4-wheel ഉണ്ടെങ്കിലും വരാൻ പറ്റുള്ളൂ. ഇവിടെ താമസിക്കുന്ന ഇവിടുത്തെ ചെറിയൊരു ഗ്രാമമാണിത്. ട്രൈബൽ വില്ലേജ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഫോറസ്റ്റിന്റെ അകത്തേക്ക് നമ്മൾ എത്തിയിട്ടില്ല. മലയോര മേഖലയാണ്.
ഒന്നും പറയാനില്ല. വണ്ടിയുടെ പെർഫോമൻസ് ഇതുവരെ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളി പെർഫോമൻസ്. പിന്നെ വണ്ടി നല്ല സൈലൻ്റ് ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും അതുമില്ല. ഒരുവിധം കയറ്റൊക്കെ സെക്കൻഡ് ഗിയറിൽ അങ്ങനെ കയറി പോകുന്നുണ്ട്. ക്യാമറയെ കാണുമ്പോൾ എത്രമാത്രം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അറിയില്ല. ഇവിടെ നോക്കിയാൽ മതി, 18 ഡിഗ്രി, 19, 23 ഡിഗ്രിയൊക്കെ ഹൈറ്റ് ഒരു സ്റ്റീപ്പ് വരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു കയറ്റാണ്. കണ്ടോ, ഈ ഒരു എഡ്ജിലെല്ലാം ഇറങ്ങിപ്പോയാൽ തട്ടും. അപ്പം ഞാനിപ്പോൾ ഇതുവരെ ഇത് ഓടിച്ച് നോക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം ഒന്നാമത് പുതിയ വണ്ടിയാണ്, അതേപോലെ എനിക്ക് ഈ ഓഫ് റോഡിൽ അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ ഇവർ അങ്ങോട്ട് ഓടിക്കുമ്പോൾ നോക്കട്ടെ എങ്ങനെയാണ് ഗിയറും കാര്യങ്ങളും എന്തൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ ഇവരെ പോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ കൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും പറ്റും. അപ്പം കുറച്ച് ദൂരം പോയിട്ട് പിന്നീട് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചിരിക്കാം. അന്ന് ഇത് അടി തട്ടുന്ന പ്രശ്നങ്ങളൊക്കെ വരും, അതിനനുസരിച്ച് നോക്കിയിട്ട് എടുത്തിട്ടില്ലെങ്കിലും. അതേപോലെ ആക്സിലറേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ക്ലച്ച് നന്നായിട്ട് കത്തും. അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം കാര്യങ്ങൾ ഓടിക്കാനും. അപ്പോൾ കണ്ടില്ലേ, ഇത് നല്ല സ്ട്രീപ്പാണ്. ക്യാമറയിൽ അത്ര ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ റോഡും ഇല്ല, കല്ലുകളാണ് കൂടുതലും. ഇപ്പം ഏകദേശം നമ്മൾ ഫോറസ്റ്റിലേക്ക് കടന്നു എന്ന് തന്നെ പറയാം. വീടുകളൊക്കെ ഏകദേശം അവസാനിച്ചില്ലേ ശംഭു? ഇതിൽ നമ്മൾ അങ്ങോട്ട് പാസ് ചെയ്യല്ലേ, അത് തിരിച്ചു വരണം അല്ലേ? ഇതൊരു റിവർ ക്രോസിംഗ് ആണ്. ചെറിയ ഒരു മുകളിൽ മഴ പെയ്താൽ ഇവിടെ താഴെ നല്ല ക്രോസിങ് വെള്ളം ഉണ്ടാവും ഇതിൽ. ഇപ്പം മഴക്കാലം അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇതുണ്ട്, ഇവിടെ ചെറിയൊരു പാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ റൂട്ടിലിപ്പോൾ ഒന്നും പറയാനില്ല, ഫുൾ ഓഫ് റോഡാണ്. അതേപോലെ തന്നെ എന്താ പറയുക, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കൂടുതൽ വീഡിയോസ് എടുക്കാൻ പറ്റുന്നില്ല, ഷെയ്ക്കായിട്ട്. നമ്മൾ ഈ കല്ലുമ്മലെല്ലാം കയറി ഇറങ്ങുമ്പോൾ ശരിക്കും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് ആടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സസ്പെൻഷന് അധികം എന്താ പറയുക, ഹാർഡ് സസ്പെൻഷൻ അല്ല അവരിട്ടത്. സാധാരണ ഓഫ് റോഡ് വണ്ടി കുറച്ച് ഹാർഡ് സസ്പെൻഷൻ ഉണ്ടാവും, പക്ഷെ അത്ര ഹാർഡായിട്ട് ഇത് ഫീൽ ചെയ്യുന്നില്ല. കുറച്ച് ഷെയ്ക്കിങ് ഉണ്ട് വണ്ടിക്ക്. പക്ഷേ മറ്റു രീതിയിൽ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ഒന്നും പറയാനില്ല, അങ്ങനെ കയറി പോകുന്നുണ്ട്. ഇതുവരെ എവിടെ ഒരു സ്റ്റെക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. സാധാരണ ജീപ്പെല്ലായിട്ട് വന്നാൽ ചില സ്ഥലത്തു നിന്നൊക്കെ കിടന്ന് കറങ്ങുന്നതാണ്. പിന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും ഒരു മെയിൻ ഫാക്റ്റാണ്. ഇപ്പോൾ ഈ രണ്ട് വണ്ടി ഓടിക്കുന്നവർ രണ്ടുപേരും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനിയിപ്പോൾ ഇതാ മറ്റൊരു ടെൻഷൻ, ഈ വണ്ടി പോട്ടെ അല്ല മുകളിലൂടെ ഉള്ളൂ, ഇവിടെ സ്ക്രാച്ച് വരില്ല. ഇങ്ങനെയുള്ള വഴിയിൽ നിന്നാണ് ഈ വണ്ടിക്ക്, പ്രത്യേകിച്ച് പുതിയ വണ്ടിക്ക് വലിയൊരു ചലഞ്ച്. കാരണം രണ്ട് സൈഡും ഫുള്ള് മരങ്ങളാണ്. ഇപ്പൊ സ്ക്രാച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നല്ല പേടി, എന്താ പറയാ, ആകെ ഈ ഒരു നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ആശങ്ക ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. കണ്ടോ പോകുന്ന റൂട്ട് കണ്ടോ, കറക്റ്റ് വീൽ ബേസ് മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ട് സൈഡും മരങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനൊന്നും പറയാനില്ല, ഫുൾ ഫോറസ്റ്റ്.
ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് എടുത്തു നോക്കാണ്. മുന്നേ 4x4 ജീപ്പ് ഓടിച്ചിട്ടുണ്ട്. താർ ഈ വണ്ടി ആദ്യമായിട്ടാണ് എടുക്കുന്നത്, ഓഫ് റോഡിൽ ഓടിക്കുന്നത്. നോക്കാം നമുക്ക് എങ്ങനെയാന്നുള്ളത്. അപ്പൊ അതാ ഇവനാണ് വലിയ പാര. ഒരു സ്ക്രാച്ച് കിട്ടിയാൽ അത് മതി, പ്രത്യേകിച്ച് പുതിയ വണ്ടിക്ക്. ബ്ലാക്ക് കളർ പെട്ടെന്ന് അറിയാനും പറ്റും. പക്ഷെ ഇതിന്റെ ഹാർഡ് ടോപ്പിലേക്ക് സ്ക്രാച്ച് വരുന്നില്ല. താഴെ ബോഡി പാർട്ടിലാണ് കാര്യമായിട്ട് സ്ക്രാച്ച് വരുന്നത്. ഹാർഡ് ടോപ്പില് ഒരതിയിട്ടൊന്നും സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനൊന്നുമില്ല. കാരണം അതൊരു റഫ് മെറ്റീരിയൽ ആണല്ലോ വരുന്നത്. ഇപ്പോൾ ഇതിൽ നമ്മൾ ഹിൽ ഡിസൈൻ കൺട്രോൾ ഇത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആക്സിലേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ആക്സിലേറ്റർ കൊടുക്കാണ്ടാണ് ഇപ്പോൾ വണ്ടി മൂവ് ആവുന്നത്. 4 വീലിലിട്ട് ഫസ്റ്റിലിട്ടിട്ട് പതുക്കെ എന്താ പറയുക, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ തന്നെ വണ്ടി അതിനനുസരിച്ച് സെൻസ് ചെയ്തിട്ട് സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് കയറി പോകുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്കൊക്കെ നമുക്ക് ട്രക്ക് ചെയ്ത് കയറാൻ പറ്റും. അത് ശരി, ഫോറസ്റ്റിന്റെ അപ്പോൾ പറഞ്ഞ വാക്ക് തിരിച്ചെടുത്തിരിക്കുകയാണ്. ഫോറസ്റ്റ് അനുമതി ഇല്ലാണ്ട് കയറാൻ പറ്റില്ല. കാരണം ഇവിടെ മുകളിലൊരു കുരിശുമല ഉണ്ട്. ആ കുരിശുമലൻ്റെ മുകളിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുറച്ച് ഇഷ്യൂ ആയിരുന്നു.
കൊടുത്തോ. അപ്പോൾ ഈ ഓഫ് റോഡെല്ലാം കഴിഞ്ഞു ഇവിടെ എത്തിയിരിക്കുന്നത് മരിയ പാരഡൈസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടിലേക്കാണ്. ഫുള്ള് എന്താ പറയുക, പക്ക ഒരു കുന്നിൻ്റെ മുകളിലുള്ളൊരു റിസോർട്ടാണിത്. അപ്പോൾ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പർ ഞാൻ കാണിക്കാം. അതിൽ വരുന്നതിൽ ബോർഡുണ്ട്, അത് കാണിച്ചു തരാം. ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ അവർ തന്നെ 4 വീൽ വണ്ടികൾ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്ത് തരും. അപ്പോൾ ഇതിലിതാ ഒരു നാച്ചുറൽ പൂളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവർ. പക്ക കുളം തന്നെ വരാം. നമ്മൾ കണ്ടത് റിസോർട്ടിൻ്റെ എൻട്രി ആയിരുന്നു. ഇനി ഒന്ന് അകത്തേക്ക് പോയി നോക്കാം എന്തൊക്കെയാണ് നല്ലത്. ഇവിടുന്ന് ഇവർ ട്രക്കിംഗ് എല്ലാം അറേഞ്ച് ചെയ്ത് തരും. നിങ്ങളിവിടെ വന്ന് സ്റ്റേ അടിക്കുകയാണെങ്കിൽ ഇവർ തന്നെ ലീഡ് ചെയ്തിട്ട് ട്രക്കിങ്ങിന് കൊണ്ടുപോകും. ഇവിടെ ഇപ്പം ഗസ്റ്റ് ആരുമില്ല. നല്ല അടിപൊളി വ്യൂ. പോട്ടെ പോട്ടെ പോട്ടെ. നമുക്ക് അതിൻ്റെ മുകളിൽ കയറി നോക്കാം എന്താ വ്യൂ എന്നുള്ളത്. എന്റെ അമ്മച്ചി വീടതല്ല പിടവിച്ചതാണ് എന്റെ അമ്മച്ചി. ചെറിയ രീതിയിൽ കോടയുണ്ട് ഇവിടെ. ഇവരെ അണ്ടറിൽ ട്രക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പെർമിഷനൊക്കെ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരും. ഇവരെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ ട്രക്കിംഗ് ഉണ്ടാവും. ഇവിടെ ഗവൺമെൻറ് പ്രോപ്പർട്ടീസിലേക്ക്, അതായത് ഫോറസ്റ്റിലേക്കൊക്കെ ട്രക്കിങ്ങിന് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം അവർ പിടിച്ചാൽ നല്ല ഫൈനും കിട്ടും. ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കിൽ എന്തൊക്കെയാണ് നിയമ കുരുക്കുകളെന്ന് അറിയില്ല. സ്റ്റേ എല്ലാം പക്ക നാടൻ സ്റ്റേ ആണ്. ഫാമിലി റിസോർട്ടായിട്ടൊന്നും ഇത് കൂട്ടാൻ പറ്റില്ല, കണ്ടറിയാൻ പറ്റും. ഫുൾ സ്റ്റേ വിത്ത് നാച്ചറാണ്. ഒരു 540 കിടപ്പുണ്ട് ഇവിടെ. അയ്യോ നല്ല കട്ടണും പഴവും മിച്ചറെല്ലാം ഉണ്ട്. ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഇതാണ്. ഈ ഡ്രോയിങ്സ് എല്ലാം ചെയ്ത ആളാണത്. എന്താ പേരെന്താ? സുഷ്മിത്ത്. ഇവിടെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ശരി. ഇപ്പൊ വരച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇത് മഡ് ബാത്തിനുള്ള സെറ്റപ്പാണ്. അതേപോലെ മറ്റൊരു ഹട്ടും കൂടി ഉണ്ട് ഇവിടെ. ഇതിലൊക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എടുത്തു. ഇനി വേറൊരു റിസോർട്ടിലേക്ക് പോവാണ്. ഇതേപോലെ തന്നെ കുറച്ച് ഓഫ് റോഡ് ചെയ്ത് പോകണ്ടേ. ഓക്സിക്കൂൾ അല്ലേ വേറെ, ഓക്സിക്കൂൾ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കാണ് പോകുന്നത്. ഇത്ര ഹാർഡ് ഓഫ് റോഡ് അല്ല, പക്ഷെ നല്ല വ്യൂ ആണെന്ന് പറഞ്ഞു. പോയി നോക്കാം. You can go faster, but I can go anywhere. അതാണ് ഒന്നൊരു ക്യാച്ച്.
ഇത് കയറ്റുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് ഇറക്കാൻ. ഇറക്കുമ്പോൾ ശരിക്ക് കുറച്ചൊന്ന് സ്പീഡിൽ പോയാൽ കല്ലുമ്മ കയറിയിട്ട് ഇറങ്ങുമ്പോൾ അടിക്കും. ആക്ഷൻ കാരണം അടിതട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ചവിട്ടിയിട്ട് ഹൈ ഗിയറിലിട്ടിട്ട് ചവിട്ടിയിട്ട് വേണം ഇറക്കാൻ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുക, ഇതാണ് റോഡ്. ഈ ഒരു ലെവലിലാണ് റോഡിൻ്റെ അവസ്ഥ കിടക്കുന്നത്. നമുക്ക് നോക്കാം വണ്ടി ഇറങ്ങി വരുന്നത് എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കണ്ടില്ലേ കറക്റ്റ് വീൽവേസും അതിലൊക്കെ കല്ലുമാണ് കിടക്കുന്നത്. പക്ഷെ വണ്ടീൻ്റെ ഉള്ളിലിരുന്നിട്ട് നമുക്കൊന്നും വല്ലാണ്ട് ഫീൽ ചെയ്യുന്നൊന്നുമില്ല. ഒരുവിധം കല്ലും കാര്യങ്ങളൊക്കെ വണ്ടി സ്വന്തം സെൻസ് ചെയ്തിട്ട് തന്നെ അതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറുതായിട്ട് കോട ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഇവിടെ നിർത്തണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓഫ് റോഡ്, ആ റൂട്ടിലുള്ള ഓഫ് റോഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ ഓക്സിപൂൾ എന്ന് പറഞ്ഞ റിസോർട്ടിലേക്കുള്ള റൂട്ടാണിത്. ഇതിലും കുറച്ച് ഓഫ് റോഡ് ഉണ്ടല്ലേ. കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ താറിന്റെ വിൻസ്ക്രീൻ ഒന്നും പറയാനില്ല കേട്ടോ. നല്ല അടിപൊളി, നല്ല വൈഡും ആണ്. അതേപോലെ തന്നെ നല്ല വിസിബിലിറ്റി ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഇനിയും ഓഫ് റോഡാണ്. കയറ്റം കാരണം അല്ലേ, ഇവിടുന്ന് എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. ഈ കാണുന്ന കയറ്റം മുകളിലോട്ട് കാരണം വീൽ ബേസ് മാത്രം കോൺക്രീറ്റ് ചെയ്താണ്. ഇത് കണ്ട, ഇത്ര നല്ല താഴ്ചയിലാണ് സംഭവം ഉള്ളത്. ശരിക്ക് ക്യാമറയിൽ നോക്കുമ്പോൾ അത്ര ഫീൽ ചെയ്യില്ല, പക്ഷെ നല്ല ഹൈറ്റ്, അതും കുത്തനെയാണ്. നമ്മളിവിടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. റെഡിൻ്റെ ഭംഗി, നല്ല ഭംഗിയുണ്ട്. പിന്നെതാ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ. കുറച്ച് ഫോഗിയാണ്, എനിക്ക് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടെന്ന് അറിയില്ല. ഇവിടെ ടെൻറ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ഞാനിവിടെ കക്കാടംപൊയിൽ കണ്ടതിൽ ഏറ്റവും എന്താ പറയുക അടിപൊളി റിസോർട്ട്.
ഇവിടെ കോട്ടേജ് സ്റ്റേ ഉണ്ട്, റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതേപോലെ ടെൻറ്റ് സ്റ്റേ ഉണ്ട്. വലിയ ഹാർഡ് കോർ ഓഫ് റോഡ് ഒന്നുമില്ല, പക്ഷേ 4x4 മസ്റ്റാണ് ഇങ്ങോട്ട് വരണമെങ്കിൽ. ഇവരായിട്ട് ബന്ധപ്പെട്ടാൽ ഇവരെ വണ്ടികളിതാ, ഇവർ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്ന വണ്ടിയാണിത്, 4 വീലർ വണ്ടി. ക്യാമ്പ് ഫയറും സെറ്റപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. ഇവിടുന്ന് ബാൽക്കണി എന്നുള്ള വ്യൂ ഒന്ന് പോയി നോക്കാം നമുക്ക്. ഒന്നും പറയാനില്ല, ക്ലാരിറ്റി ഉണ്ടോ അല്ലോ ഒന്നും മനസ്സിലാവുന്നില്ല, ചെറുതായിട്ട് ഫോഗ് ഉണ്ട്. കോട്ടേജും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു കിച്ചണും ഉണ്ട്. ക്യാമറ കിട്ടൂല ഈ വ്യൂ, ഇവിടെ വന്ന് തന്നെ കാണണം. പക്ഷെ വരാനുള്ള വേർത്ത് ഉണ്ട് അല്ലേ എന്തായാലും, കാരണം ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാൻ പറ്റും. നല്ല അടിപൊളി. ഇപ്പൊ ഇതാ ആ ഒരു റിസോർട്ടിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ആ റിസോർട്ടിന്റെ പേരാണ് കൂൾ ഓക്സിൻ. ഇതിലുണ്ട് നമ്പർ, അവരെ കോണ്ടാക്ട് നമ്പർ. ഇതൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാൽ അറിയാൻ പറ്റും. വലിയ എക്സ്പെൻസീവ് ഒന്നുമല്ല. ബാച്ചിലേഴ്സിന് പെർ ഹെഡ് 1500 അല്ലോ പറഞ്ഞേ, 1500. അതിൽ തന്നെ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ട്. അതേപോലെ ഫാമിലി കപ്പിൾസിന് 3250 രൂപ. പിന്നെ വലിയ ഫാമിലി ഗ്രൂപ്പായിട്ടൊക്കെ ഫാമിലി വരികയാണെങ്കിൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് അവർ പറഞ്ഞത്. ഏതായാലും വന്ന് താമസിക്കാൻ നല്ല നല്ല വൈബായിരിക്കും. കാരണം രാവിലെയും വൈകിട്ടൊക്കെ നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്, നല്ല തണുപ്പും ഉണ്ടാവും. പിന്നെ ഇപ്പം കോഴിക്കോട് മലപ്പുറം ഭാഗത്തുനിന്നൊന്നും ഒരുപാട് ഡ്രൈവ് ചെയ്യാനൊന്നുമില്ല. ഇവിടെ ഇവരെ ഈ ലൊക്കേഷനിൽ എത്തിയാൽ, പാർക്കിംഗ് ലൊക്കേഷനിൽ എത്തിയിട്ട് വിളിച്ചാൽ അവർ വന്നിട്ട് പിക്ക് ചെയ്യും. 4 വീലർ അല്ലാത്ത വണ്ടിയാണെങ്കിൽ. 4 വീലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ഓഫ് റോഡ് ഡ്രൈവിന് പറ്റിയ നല്ല അടിപൊളി ഒരു ഓഫ് റോഡ് റൂട്ടും ഉണ്ട്. അപ്പോൾ നമ്മളെ ട്രിപ്പെല്ലാം അവസാനിച്ചു. നമ്മൾ ഇവിടുന്ന് തിരിച്ച് നാട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ടായിരുന്നു, ഈ പുതിയ താർ എങ്ങനെയാണ്, എന്തൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ. നമുക്കിപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ റിവ്യൂ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഒരു 3000 കിലോമീറ്ററോളം ഈ വണ്ടി ഉപയോഗിച്ചു. അപ്പോൾ ഇതിൻ്റെ റോഡ് പെർഫോമൻസ് എന്ന് പറയുന്നത് ഇപ്പം ഒരു ഇന്നോവയായിട്ടൊന്നും നമ്മൾ ഒരിക്കലും ഇത് കമ്പയർ ചെയ്യാൻ പറ്റില്ല കംഫർട്ടിൻ്റെ കാര്യത്തിൽ. കാരണം ചെറിയ വൈബ്രേഷനിലുണ്ട്. പക്ഷേ നമ്മൾ ഈ സെഡാൻ കാറുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ ഒരു അടിപൊളി SUV തന്നെയാണ്. നല്ല റോഡാണെങ്കിൽ, അതായത് ഇപ്പം ഹൈവേ എല്ലാം വരുന്നതെങ്കിൽ, എക്സ്പ്രസ് വേ ഒക്കെയാണ്, റബ്ബറൈസ് റോഡൊക്കെ ആണെങ്കിൽ നല്ല അത്യാവശ്യം സ്പീഡിൽ ക്രൂസ് ചെയ്ത് പോകാനും അതേപോലെ വിൻഡിൻ്റെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഈ ഓഫ് റോഡ് പെർഫോമൻസിൽ ഞങ്ങൾക്കിപ്പോൾ ഇന്ന് ഉപയോഗിച്ചിട്ട് മെയിൻ ഒരു ഡ്രോബാക്ക് ആയിട്ട് ഫീൽ ചെയ്തത് ഓഫ് റോഡിൻ്റെ അഡ്വഞ്ചർ ശരിക്കും നഷ്ടപ്പെട്ടു. അതായത് നമ്മളിപ്പോൾ ഒരു ജീപ്പോ അല്ലെങ്കിൽ മറ്റു വണ്ടികളൊക്കെ ഓഫ് റോഡ് വേരിയന്റിലുള്ള വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ട് അഡ്വഞ്ചർ ഇന്ന് പോയ പോലത്തെ ഹാർഡ് ടെറൈനിലെല്ലാം ഓടിക്കുമ്പോൾ ശരിക്ക് കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഓടിച്ചിട്ട് കയറിയിട്ട് പോകുന്നത്. പക്ഷെ ഇത് വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി കയറിയിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫീൽ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ പെർഫോമൻസിന്റെ കാര്യത്തിൽ ഒന്നും പറയാനില്ല, നല്ല ഹെവി പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നിയാസിന്റെ തന്നെ ചോദിക്കാം. കാരണം ഞാൻ ഇവിടെ കൂടുതൽ ഓഫ് റോഡ് വണ്ടികൾ ഓടിച്ചു, അല്ലെങ്കിൽ ഓഫ് റോഡ് ടെറൈനിൽ വണ്ടി ഓടിച്ചു, എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. നിയാസ് ഇവിടെ ട്രാക്കും ഓഫ് റോഡും മഡ് ട്രാക്കും എല്ലാം യൂസ് ചെയ്യുന്ന ഇവരെ ക്ലബും കാര്യവും പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നതൊക്കെയാണ്. നമുക്ക് അവൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം കാര്യങ്ങൾ. നിയാസ് പറ, എന്താണ് ഇപ്പം ഇന്നിപ്പം വണ്ടി ഓടിച്ചു, ഇനിയിപ്പം ഇതിനു മുന്നേ നീ മറ്റു വണ്ടികളായിട്ട് പോയ സെയിം റൂട്ടിൽ തന്നെയാണ് ഇന്ന് പോയത്. അപ്പോൾ നിനക്ക് ഫീൽ ചെയ്ത കാര്യങ്ങളൊന്ന് പറ. വണ്ടി പെർഫോമൻസ് വൈസിൽ നോ രക്ഷ, വണ്ടി സ്മൂത്ത് ആയിട്ട് കയറി പോകും. പക്ഷെ ഇതിൻ്റെ
നമ്മളിപ്പോൾ ഓഫ് റോഡിൻ്റെ ഒരു ഫീൽ ആസ്വദിക്കാൻ നമുക്ക് ഒരു സ്പീഡിൽ ഇത് ഡ്രൈവ് ചെയ്യാൻ നമുക്കൊരു ഇപ്പോഴും പേടിയാണ് പറഞ്ഞത്. കാരണം ഇതിൻ്റെ ഫ്രണ്ടിലെ റേഡിയേറ്ററും എ സിയുടെ കണ്ടൻസറും കുറച്ച് താഴെയാണ് വരുന്നത്. നമുക്കത് ഫ്രണ്ട് തട്ടുമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഇതുവരെ നമുക്ക് എവിടെ തട്ടിയില്ല, പക്ഷെ ആ കൺഫ്യൂഷൻ വെച്ച് നമ്മൾ ഇതുവരെ വളരെ കെയർ ചെയ്തിട്ട് ഓടിച്ച്. ഒരു അഡ്വഞ്ചർ ഓഫ് റോഡ് ഡ്രൈവ് ചെയ്യാൻ നമ്മൾ ഇതുവരെ ശ്രമിച്ചില്ല. അഡ്വഞ്ചർ റോഡായിരുന്നു, പക്ഷെ വളരെ സ്ലോലി സ്മൂത്തായിട്ട് പോയി. അതേപോലെ ബാക്കിലെ ഷോക്കുകളും അതും കുറച്ച് താഴെ വരുന്നു ക്ലിയറൻസിന്. ഈ രണ്ട് നെഗറ്റീവ്നെസ് ഒഴിച്ചാൽ വണ്ടി ഒരു രക്ഷയില്ല, വണ്ടി പുലി തന്നെയാണ്. വീലിന്റെ അടുത്തേക്ക് കുറച്ച് താഴ്ന്നിട്ടാണല്ലോ ഷോക്ക് വരുന്നത്. അതൊക്കെ കല്ലുകളിൽ നമ്മളിപ്പോ നല്ല കല്ലുകളൊക്കെ ആയിട്ട് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കല്ലുകളൊക്കെ വരുത്തിയിട്ടാണ് പോകുന്നത്. ആ ഒരു ഡ്രോബാക്ക് എന്തായാലും ഈ വണ്ടിക്ക് ഉണ്ട്. അതേപോലെ ഫ്രണ്ടോ നമുക്ക് ഓടിക്കാൻ ലേശം ഒരു പേടിയുണ്ട്. ബാക്കി റോഡിൽ നമ്മൾ പറന്ന് കയറും വണ്ടി. ഓക്കെ, അപ്പം ഓഫ് റോഡിൽ ഇന്നിപ്പോ പെർഫോമൻസ് വൈസ് പറഞ്ഞ ഈ ഒരു രണ്ട് സംഗതികൾ മാത്രമേ നമുക്ക് ഡ്രോബാക്ക് ആയിട്ട് തോന്നുള്ളൂ. പിന്നെ വണ്ടിയിൽ ഡ്രോബാക്ക് ഒരു നെഗറ്റീവ് പോയിന്റ് എന്ന് പറയാൻ കാര്യമായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ചെറിയ രീതിയിൽ ഇപ്പം നമ്മുടെ ഫ്യൂവൽ കേജ് ഒരു സ്റ്റേബിൾ അല്ല. നമ്മളിപ്പോൾ ഇന്ന് അത്യാവശ്യം ഫ്യൂവൽ ഉണ്ട് ഇതിൽ. ആ സമയത്ത് തന്നെ നല്ല സ്റ്റീപ്പായിട്ടുള്ള ഇറക്കെല്ലാം ഇറങ്ങുമ്പോൾ ലൈറ്റ് കത്തുന്നു, ഫ്യൂവലിന്റെ കേജ് വളരെ കുറവൊക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോർ അടയുന്നത് ഒരു എന്താ പറയാ, ഒരു ഈ ലെവലിൽ SUV-യുടെ ഡോർ അടയുന്ന പോലെയല്ല. കുറച്ച് നല്ല ദമ്മിലടച്ചാൽ, നല്ല സ്ട്രോങ് ആയിട്ട് അടച്ചാൽ മാത്രമേ ഡോർ അടയുന്നുള്ളൂ. ഞാനത് ഇന്നലെ ഷോറൂമിൽ പോയപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ റീസൺ എന്താണെന്ന് വെച്ചാൽ എയർ ടൈറ്റ് വരുന്നതുകൊണ്ടാണെന്ന്. എയർ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം സൗണ്ട്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് എയർ ടൈറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു എയറിന്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഡോറിന് ചെറിയൊരു ഇത് വന്നത്. അത് അവർ കാണിച്ചു തന്നു. നമ്മൾ ഗ്ലാസ് താഴ്ത്തിയിട്ട് അടക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് അടയുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ വണ്ടിക്ക് ഒരു ഇഷ്യൂ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യങ്ങളും മറ്റ് ഒന്നും എന്താ പറയാ, ഒരു നെഗറ്റീവ് എന്ന് പറയാനൊന്നുമില്ല. യാത്ര ചെയ്യാൻ നല്ല കംഫർട്ട് തന്നെയാണ്. നമുക്കൊരു ഒരിക്കലും ഇതൊരു ഓഫ് റോഡ് വേരിയന്റ് അല്ലെങ്കിൽ ഒരു ജീപ്പ്, പഴയ ജീപ്പ് ലെവലിലുള്ള ആ ഒരു ഇതിൽ നമുക്ക് കൂട്ടാൻ പറ്റില്ല. ഇത് പക്ക ഒരു SUV കംഫർട്ടായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. ഫാമിലി, അതായത് ഓൺ റോഡ് ഓഫ് റോഡ് രണ്ടിനും ഒരേപോലെ പ്രിഫറൻസ് കൊടുത്തിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനിയും അടുത്ത റിവ്യൂസിലും കാര്യങ്ങളും ഡ്രൈവിലും കാര്യങ്ങളൊക്കെ വരുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.